കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. അവർ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ വിശ്വാസം നമ്മൾ ജീവിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ചാരിറ്റി കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അർത്ഥവത്താകാനും ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വലിയ ബന്ധമുള്ള 3 കാര്യങ്ങളെക്കുറിച്ചാണ് മത്തായി 6-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുക. ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങൾ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു ഷോ കാണിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോയേക്കരുത്. അല്ലെ, ഒരു ഷോ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ 10 പേര് കണ്ടോട്ടെ, 10 പേര് അറിഞ്ഞോട്ടെ, ആ ഒരു മനോഭാവത്തിൽ ഇതിലേത് ചെയ്താലും അതിന് ഫലം പോയി. മറിച്ച് കർത്താവ് പ്രതിഫലം നൽകാനും ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഇതിലേതും ചെയ്തോ തക്കതായ പ്രതിഫലം കർത്താവ് തന്നിരിക്കും. നമുക്ക് ഒരുപക്ഷെ അറിയില്ലാത്ത പല വ്യക്തികളുണ്ട്. അവരൊക്കെ ഒരുപാട് ഉപവാസം നടത്തുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്. പക്ഷെ ലോകം അറിയുന്നില്ല. അവർക്ക് ലോകം അറിയണ്ട. ദൈവം അറിഞ്ഞാൽ മതി. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അവരത് ചെയ്യുന്നു. വേറെ ചിലർ 5 രൂപ കൊടുക്കണമെങ്കിൽ 50 രൂപയുടെ ഷോ കാണിക്കും. അതല്ലെങ്കിൽ 50 പേരത് അറിയണം. അവരെക്കാളൊക്കെ ഒരുപാട് പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും ഉള്ളവർ വേറെ ആരും അറിയാതെ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഷോ കാണിക്കാതെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ചിലപ്പം അറിഞ്ഞേക്കാം. അറിഞ്ഞോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ ഉദ്ദേശശുദ്ധി അതാണ് എപ്പോഴും ദൈവം നോക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം തക്ക പ്രതിഫലം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം, പ്രാർത്ഥനയാണെങ്കിലും നീ മുറിയിൽ കയറി കതകടച്ച് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ വേണേൽ നീണ്ട പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ട് ആരും കണ്ടില്ല, ആരും അതേക്കുറിച്ചൊരു നല്ല വാക്ക് പറഞ്ഞില്ല, അതിൻ്റെ ഒരു നൊമ്പരം ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത്
നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി എന്നതിനേക്കാൾ മനുഷ്യർ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. നമുക്ക് ഒരു കാര്യവും ദൈവത്തിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റത്തില്ല. ഈ പ്യൂരിറ്റി ഓഫ് ഇൻറ്റൻഷൻ, നിയോഗശുദ്ധി, അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നിയോഗശുദ്ധി മനുഷ്യർ ചിലപ്പോൾ മനസ്സിലാക്കിയെന്ന് വരില്ല. മനുഷ്യരെ കളിപ്പിക്കാൻ പറ്റും, പക്ഷേ നിയോഗശുദ്ധി ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് നിൻ്റെ മനസ്സിലുയരുന്നൊരു ചിന്ത, നിൻ്റെ നാവിൽ നിന്ന് വീണ ഒരു വാക്ക്, ഇതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവം അറിയാതെ നിൻ്റെ തലയിൽ നിന്നൊരു മുടി പോലും കൊഴിഞ്ഞ് താഴെ വീഴുന്നില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന കർത്താവ്, നിങ്ങൾ സുഭാഷിതങ്ങൾ 16:2, 17:3 ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ദൈവം ഹൃദയം പരിശോധിക്കുന്ന ദൈവമാണ്, നിയോഗശുദ്ധി അറിയുന്ന ദൈവമാണ്. അതനുസരിച്ചാണ് ദൈവം നമുക്ക് പ്രതിഫലം നൽകുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്നത്തെ ആദ്യ വായന ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കേണ്ടതിന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കൂടുതൽ അധ്വാനിക്കുന്നവരായിട്ട് മാറണം. ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നതിനേക്കാൾ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരായിട്ട് മാറണം. നമ്മൾ കേട്ടൊരു കാര്യമുണ്ട്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. ഒത്തിരി പേരുടെ ഒരു മാനുഷികമായൊരു പ്രവണത ഇന്ന് ഈ ലൗകികത മൂത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്നൊരു കാര്യം, മിനിമം മുടക്കി മാക്സിമം ലാഭം കൊയ്യണം. ഇതാണ് നമ്മൾ ചിന്തിക്കുക. ഇതിന് വല്ല മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന വ്യക്തികളെ കണ്ടെത്തിയെന്ന് വരും. മിനിമം, ഞാൻ അധികം ഒന്നും ചെയ്യാതെ കണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടണം, അങ്ങനെ വല്ല മാർഗം ഉണ്ടെങ്കിൽ ആ മാർഗം സ്വീകരിക്കാൻ പലരും റെഡിയായെന്ന് വരും. നമുക്കറിയാമല്ലോ, സാധാരണ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്, 1 ഏക്കർ വിതച്ചാൽ 1 ഏക്കറിൽ നിന്ന് കൊയ്യാം. 500 ഏക്കറിൽ നിന്ന് കൊയ്യണമെങ്കിൽ 500 ഏക്കർ വിതയ്ക്കണം. അതാണ് ഇന്നത്തെ ആദ്യ വായന നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അല്പം മാത്രം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. നമ്മൾ ഈ അത്യാവശ്യത്തിനുള്ള പ്രാർത്ഥനയും സ്നേഹവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മിനിമത്തെ പിടിച്ച് മുമ്പോട്ട് പോകുന്നവരാണെങ്കിൽ നമുക്ക് ഒരുപാടൊന്നും പ്രതീക്ഷിക്കാൻ വകയില്ല എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായന നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, സന്തോഷപൂർവ്വം നൽകുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അത് നൽകുന്നതാണേലും പ്രാർത്ഥിക്കുന്നതാണേലും ഉപവസിക്കുന്നതാണേലും സന്തോഷപൂർവ്വം നമ്മളത് ചെയ്യണം. ആരെങ്കിലും പറഞ്ഞ് ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം കുറയും, അതിൻ്റെ ഭംഗി കുറയും. പകരം സന്തോഷത്തോടെ ചെയ്യുന്നതാണെങ്കിൽ അതിനൊരുപാട് ഭംഗിയുണ്ടാകും, അതിനൊരുപാട് സൽഫലമുണ്ടാകും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം ഒന്ന് ക്രമീകരിച്ച് മുമ്പോട്ട് പോകാൻ തയ്യാറാകുന്നെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥവത്താകും. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറും. നമുക്ക് കുറച്ച് സന്തോഷം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ ആത്മീയ ആനന്ദമുണ്ടാകും. ആനന്ദപ്പെടാം. ആനന്ദം നമ്മുടെ ജീവിതം അതുപോലെ തന്നെ മറ്റേത് കാര്യവും കർത്താവ് പറയുന്നത് പോലെ കൊടുക്കുമ്പോഴാണ് ആനന്ദം ഉണ്ടാകുക. കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സന്തോഷമാണ്. അതിനേക്കാൾ ശ്രേഷ്ഠമായതാണ് നൽകുമ്പോൾ നമുക്കുണ്ടാകുക. ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.